guys, welcome back to the channel. It's me Priyanka and I hope you all are doing great. So guys, today I am going to react on another scene from the movie RDX. And guys, the previous video was the intro scene, and there you will see Donnie intro scene. That is really amazing scene, and the way he was fighting, that looks very interesting guys. So let's see अभी Javier and Robert का intro scene बाकी रहा. So if we're going to start this video, if you're here for the first time, then don't forget to like and subscribe my channel, and also don't forget to click on that bell icon to get notification of my upcoming videos. So let's get started the video. നിന്നോടാരാ അപ്പ കേറിട്ട് അവരെ അടിക്കാൻ പറഞ്ഞത്? കണ്ടവന്മാര് ഒരു പെരുന്നാൾ കൊളാക്കുമ്പോ ഞാൻ പിന്നെ നോക്കിക്കണ. എടാ, പെരുന്നാൾ കൊളാക്കാൻ പറ്റപ്പെങ്കിൽ അത് തടയാനായിട്ട് ഞങ്ങൾ കമ്മിറ്റിക്കാരുണ്ട്. ഞങ്ങൾ ചെയ്തോളൂല്ലേ? നിന്നെ ആരെ കുറിച്ച് അടിച്ചത്? എന്റെ അപ്പ അവന്മാര് കയറി അപ്പനെ തല്ലിയപ്പ എന്റെ കയ്യിന്ന് പോയി. നിങ്ങ അത് വിട്. എടാ മോനെ, കുറച്ചാളായിട്ട് നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് അങ്ങനെ തന്നെ പോണമെന്നാ അപ്പന്റെ തീരുമാനം. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. മനസ്സിലായി നിനക്ക്? ഞാൻ പറയണ പറ്റാ നിനക്ക് മനസ്സിലാണ്ടാന്ന്. അവരതെല്ലാം മനസ്സിലായി. നിങ്ങൾ വണ്ടി ഓടിച്ചേ. Starting scene. മേടിച്ച് മിണ്ടാണ്ടങ്ങ് പോന്ന് വിചാരിച്ചാ. നീ വലിയ കരാട്ടക്കാരനല്ലേ? ഇപ്പടിക്കണ Oh, thank God. Oh no. എന്നെ കുഞ്ഞിനോട് അടിക്കണ്ട. Oh no.
എന്താണ് പറ്റി? എന്താണ് ഉണ്ടായത്? കുഞ്ഞുങ്ങൾ പോയി നോക്കി. റോയ് എന്റെ സിമി മോൾ God, seriously, I. പൊട്ടലുണ്ട്. പെരുന്നാൾ നടന്നതിന്റെ ബാക്കിയാണ് റോയി ഈ കാണുന്നത്. അതിന്റെ പേരിൽ മാത്രമാണോന്ന് എനിക്കറിയില്ല തോന്നിച്ച. പക്ഷേ ഒരു കൊച്ചു കുഞ്ഞിനെ പോലും ഇങ്ങനെ ഉപദ്രവിക്കണമെന്നുണ്ടെങ്കിൽ അവന്മാരുടെ വരവിൽ മറ്റെന്തോ കൂടിയുണ്ട്. റോബർട്ട് അറിഞ്ഞ പറടാ. ഞാൻ ക്രീസിൽ കയറി. ഹനസ സ്റ്റംപ് ചെയ്തപ്പോ നിന്റെ ആയാലും ക്രീസിന് പുറത്തായിരുന്നു. വെറുതെ അലമ്പുണ്ടാക്കാൻ നിൽക്കരുത് കേട്ടാ. അലമ്പ് കാണിച്ചാ ക്രീസിന്റെ പുറത്താണ്. പോയി തരത്തി പോയി കളിക്കാം. സ്റ്റംപ് ചെയ്യുമ്പോ ഔട്ടാകാൻ നിൽക്കണല്ല ഞാൻ. കളിക്കാർ തമ്മിൽ പരസ്പരം വഴക്കിൽ നിൽക്കാതെ സംയമനം പാലിക്കേണ്ടതാണ്. റോയൽസിന്റെ ബാറ്റ്സ്മാൻ ഔട്ടാണോ അല്ലയോ അമ്പയർ തീരുമാനിക്കും. എല്ലാവരും ക്രിക്കറ്റ് കളിയുടെ രീതി കാണുക. ക്രിക്കറ്റ് കളിയുടെ പിന്നെ ഹോക്കിയുടെ രീതി കാണാൻ പറ്റുമോ? ഇയാളെ ഏതാണ് ഇയാള്? കോപ്പ് അമ്പയറിന്റെ തീരുമാനം അന്തിമമായിരിക്കും. മതി മതി നിർത്ത്. അമ്പയറിന്റെ തീരുമാനം അന്തിമാണെന്നല്ലേ പറഞ്ഞു. അയാളോട് വാ വന്നേ. എന്താണ് ഔട്ടല്ലേ? പറയണോ ഔട്ടല്ലേ? എന്താണ് ഔട്ടല്ലേ? ഫാദർന്ന് പറയണോ? തന്നെ കണ്ണിന്റെ മാറത്താടാ. അപ്പോൾ ഇനി അതിൽ തർക്കമില്ല. അമ്പയറിന്റെ തീരുമാനം അന്തിമമാണ്. അവന്മാരെന്തായാലും കളിയേക്കാൻ പോള. പിന്നെന്താണ് നീ പോയി കീപ്പ് വെച്ചാല് പോ. 18 റൺസുമായി ബാറ്റിംഗ് തുടരുന്നു. 4 ഓവറും 3 ബോളും റോയൽസിന് വേണ്ടത് 54 മര്യാദക്ക് കളിച്ചേക്കാൻ നോക്കണം. നാണം കെട്ടവര് 2 മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ 2 മത്സരങ്ങളിലും രാംബോ ബോയ്സിനോട് വളരെ ദയനീയമായി പരാജയപ്പെട്ട റോയൽസിന് ഇതൊരു അഭിമാന മത്സരം കൂടിയാണ്. വിജയമാർ 15ാമത്തെ ഓവറിന്റെ 4ാമത്തെ ബോളിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്.
വർത്താനമാണ് ഈ പറഞ്ഞത്. ആ ചെറുക്കനവൻ ബാറ്റ് വെച്ചടിച്ച് താൻ കണ്ടില്ലേ? ആടിക്കുള്ള മെമ്മോറിയൽ ട്രോഫി അമ്മമാരോടൊന്നും മേടിച്ചിട്ടേ പോകുള്ളൂ. നിനക്കത് ആരുടെ ടീമാണെന്നറിയോ? ഇല്ല. Savior, force of nature. These boys are danger. Don't be a hater, you'll regret this later. Shoulder to shoulder, they fight like a soldier. Tony Javier. They fight too fast, പ്രാണനെങ്കി last morning you will go blind. ആരൊക്കെ വന്നാലും ഇല്ലട പേടിയോടൊക്കെ നിൽക്കട്ട പിള്ളേര് കേടി ദേഹത്ത് തൊടണ്ട വെറുതെ കേറി തുരത്തി പണിയും തേടി തേടി പഞ്ഞിക്കുറ സീൻ ചുമ്മാ പിന്നിക്കളയും സീൻ തൊട്ടാ വെട്ടിക്കളയും സീൻ ടീം എടുത്തൂള let the fight begin, yeah. Ooh, wow. This is RDX. Okay. ഇതിന്റെ മിച്ചം വല്ലതും ഉണ്ടെങ്കിലേ ഞങ്ങൾ കൊച്ചി കാണും. അങ്ങോട്ട് വന്നാ മതി. കേട്ടാ ഒറ്റ വെറുതെ കൊടുത്തോളാം. എടാ മനുഷ്യനായി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ബോധം വേണം. അവനൊക്കെ അടിയും പിടിയായിട്ട് നടക്കുകയാണ്. പ്രാക്ടീസും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. ഇല്ല അശ്വനെ, ഞങ്ങൾ അടിമടിയായിട്ട് നടക്കണല്ല. ഇങ്ങോട്ട് തന്നെയല്ലേ ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കണുള്ളൂ. അല്ലെങ്കിൽ സ്ഥാപനത്തിന് അശ്വനല്ലേ എന്റെ മോശക്കേട്. എടാ നിനക്കൊക്കെ ഒരു ധാരണ എല്ലാനുള്ള ലൈസൻസ് ആണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ പ്രതിരോധിക്കാനുള്ള ആയോധനകലയാണിത്. അറിയാൻ പാടില്ലായിട്ടാണ്. ഞങ്ങൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കാറുള്ള അശ്വനെ. എന്റെ വായിരിക്കുന്ന ബോധം നിനക്കൊക്കെ ഉണ്ടാ. പോയി പ്രാക്ടീസ് ചെയ്യടാ. നീ ഇവിടെ വന്നേ. നീ എവിടെ പോവാ? ഭാഗ്യം. പ്രാക്ടീസ് ചെയ്യടാ. പ്രാക്ടീസ് നീ പോയി ആ കൂജയില് വെള്ളമൊക്കെ നിറയ്ക്കും. എന്നിട്ട് മതി. എന്താ നോക്കണേ? പോരാ. കറക്റ്റായിട്ട് ബ്ലോക്ക് ചെയ്യണ്ടേ? നീ ലൂസാണ്. എപ്പോഴും ഹെഡ് സ്ട്രൈറ്റ് ആണ്. ഏത് സമയത്ത് റെഡിയാവാ? ഇവിടെ മാസ്റ്റർ മാസ്റ്ററെ, എൻ്റെ പേര് മിനി. എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. എന്ത് ഹെൽപ്പ്? എനിക്കൊന്ന് കരാട്ടെ പഠിക്കണം. അത് ഹെൽപ്പല്ലല്ലോ, എന്റെ പണിയല്ലേ. അതല്ല മാസ്റ്ററെ,
ഒരാഴ്ച കൊണ്ട് കരാട്ടെ പഠിക്കണം, മാക്സിമം പോയ 2 ആഴ്ച. സ്പെഷ്യൽ ക്ലാസ് വേണമെങ്കിൽ വെച്ചോ, ഞാൻ വരാം. എന്താണ് മോൾ ഉദ്ദേശിക്കണേ? എനിക്ക് ഇത്ര ഇരിക്കണം മാസ്റ്റർ. ബെസ്റ്റ്. പഠിപ്പിച്ചോ മോളെ പോയി വെള്ളം നിറയ്ക്ക്. അഭിപ്രായം പറയാൻ വന്നേക്കണ്. മോളെ അത് വിട്, ഇവിടെ അങ്ങനെയുള്ള ഒരു പരിപാടിയും നടക്കൂല. അയ്യോ അങ്ങനെ പറയല്ല മാസ്റ്ററെ, അത്യാവശ്യം. എന്ത് അത്യാവശ്യമാണെന്ന് പറഞ്ഞാലും ഇവിടെ അങ്ങനെ ഒരു പരിപാടി നടക്കൂല. പോവാൻ ഓരോന്ന് ഇറങ്ങിക്കോളും. മാസ്റ്ററെ ദേ ആ ചേട്ടനെ മാത്രം ഒന്ന് വിട്ടുതരൂ പ്ലീസ്. ഓരോന്ന് വന്നേക്കണ് വെറുതെ അലമ്പുണ്ടാക്കാൻ വേണ്ടിട്ട്. ഇതേതാണ് വള്ളി? सो गाइज ये था आज का सीन एंड जिस तरह से डॉनी के फैमिली मेम्बर्स को ये गुंडे लोग मारने लगे वो बहुत ही खतरनाक सीन था. एंड डॉनी कुछ भी नहीं कर पाया, उसके फादर को मारे, फिर मदर, उनके वाइफ एंड उस छोटे से बच्चे को भी नहीं छोड़े. एंड उसके बाद आपको देखने को मिलेगा कि जो जैवियर है उसका एंट्री हो चुका है, रॉबर्ट का भी एंट्री हो चुका है. एंड इट सीम्स लाइक ये जो 3 फ्रेंड्स है कुछ ऐसे हुआ है उनके लाइफ में जिसकी वजह से ये तीनों अलग हैं. एंड जैवियर तो आ चुका है, रॉबर्ट का आना बाकी है. एंड उसमें आपको फ्लैशबैक भी देखने को मिलता है कि किस तरह से तीनों फ्रेंड्स थे. एंड उसमें जो आपको गाना सुनने को मिलेगा दैट इज रियली अमेजिंग. एंड द वे 3 ऑफ देम आर फाइटिंग दैट लुक्स इंटरेस्टिंग गाइस. सो लेट्स सी अभी आगे क्या होता है. एंड आई थिंक रॉबर्ट विल ऑल्सो कम एंड ये तीनों जब मिल जाएंगे तो तूफान तो मचेगा ही. सो गाइज आई होप यू लाइक वीडियो एंड इफ यू हियर फॉर द फर्स्ट टाइम देन डोंट फॉरगेट टू लाइक एंड सब्सक्राइब माय चैनल. फिर मुलाकात होगी किसी रिएक्शन वीडियो के साथ, तब तक बाय बाय.